കണ്ണൂർ പയ്യാമ്പലത്ത് റിസോർട്ടിന് തീയിട്ട ശേഷം ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു. ബാനൂസ് ബീച്ച് എൻക്ലേവിൽ ഉച്ചയോടെയായിരുന്നു സംഭവം. റിസോർട്ടിനെ തീവച്ചതിനെ തുടർന്ന് 2 നായകൾ ചത്തു. റിസോർട്ടിൽ നിന്ന് ഓടിപ്പോയ ജീവനക്കാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, എന്തായിരുന്നു സംഭവിച്ചത്? രോഹിണി, ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ ഒരു റിസോർട്ടിന്റെ ജീവനക്കാരനായിരുന്ന പാലക്കാട് സ്വദേശി പ്രേമൻ ഈ റിസോർട്ടിന് തീ കൊളുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് വാരം സ്വദേശിയായ വിജിലിന്റെ ഉടമസ്ഥതയുള്ള ഈ ഒരു റിസോർട്ടിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പ്രേമനോട് ഉടമ പറഞ്ഞിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് ഈ റിസോർട്ടിന്റെ താഴത്തെ നിലയിലെ ഗ്യാസും അതുപോലെ തന്നെ ഗ്യാസ് തുറന്നു വിട്ട ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ ആളുകൾ ഓടിക്കൂടുകയും ഇവിടുന്ന് വലിയ പൊട്ടിത്തെറിയും പുകയും ഒക്കെ വരുന്ന കണ്ട് ആളുകൾ ഓടിക്കൂടുന്ന ഒരു സമയത്ത് ഈ തീ കൊളുത്തിയ ശേഷം ഇയാൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ഈ റിസോർട്ടിന്റെ തൊട്ട് പിറകിലത്തെ ഒരു വീടിന്റെ കിണറിന്റെ വെള്ളം കോരുന്ന കപ്പി കണക്ട് ചെയ്യുന്ന അവിടെ കയറിൽ തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ പോലീസും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ തീ പിടിക്കുന്ന കണ്ട് നാട്ടുകാരാണ് പോലീസിലും അതുപോലെ തന്നെ ഫയർഫോഴ്സിലും വിവരം അറിയിച്ചത്. തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയ ശേഷമാണ് തീ അണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ തീപിടുത്തത്തിൽ ഈ റിസോർട്ടിലെ 2 വളർത്തുനായകൾ ചാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നാലും പോലീസ് ഇപ്പോൾ ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വാരം സ്വദേശിയായ വിജിലിന്റെ ഉടമസ്ഥതയിലുള്ള ഈ റിസോർട്ടിൽ 12 വർഷമായി കെയർടേക്കർ ജോലി ചെയ്യുകയായിരുന്നു പ്രേമൻ. തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്ന് ഒഴിവാക്കുകയാണെന്ന് അറിയിച്ചതിലുള്ള വൈരാഗ്യം കാരണമാണ് ഇത്തരമൊരു അതിക്രമം ഇയാൾ കാണിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തീയിട്ട ശേഷം അയാൾക്കും പൊള്ളലേറ്റിട്ടുണ്ട് തീയിടലിന്റെ സമയത്ത്. തുടർന്ന് തൊട്ട് ഈ റിസോർട്ടിന് തൊട്ട് പുറകിലുള്ള വീട്ടിലെ കിണറ്റിന്റെ കപ്പിയിൽ തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. രോഹിണി. ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.